ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, സൂറത്തുൽ ഇസ്രാഇൻ്റെ പകുതി ഭാഗം നമ്മൾ പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 55-ാമത്തെ സൂക്തമാണ് ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറബ്ബുക അഅലമു ബിമൻ ഫിസ് സമാവാതി വൽ അർദ് വലഖദ് ഫളൽനാ ബഅ്ളൻ നബിയ്യീന അലാ ബഅ്ള് വആതൈനാ ദാവൂദ സബൂറ. ആകാശഭൂമികളിലുള്ള സൃഷ്ടികളെക്കുറിച്ചെല്ലാം ഏറ്റവും നന്നായി അറിയുന്നവൻ നിന്റെ നാഥനാകുന്നു. നാം പ്രവാചകന്മാരിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ പദവിയേകിയിട്ടുണ്ട്. ദാവൂദിന് സബൂർ നൽകിയത് നാം തന്നെ ആയിരുന്നു. കഴിഞ്ഞ 47-ാം ആയത്തിൽ മക്കയിലെ ഇസ്ലാം വിരോധികൾ പ്രവാചകനെപ്പറ്റി നിങ്ങൾ അനുഗമിക്കുന്നത് ആഭിചാരം ബാധിച്ച ഒരു മനുഷ്യനെ, റജുലൻ മാത്രമാകുന്നു എന്ന് പറഞ്ഞിരുന്നു. അവരുടെ വീക്ഷണത്തിൽ ഒരു പ്രവാചകനായി വരേണ്ടത് അവർക്കിടയിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനല്ല, പകരം മലക്കോ കൊട്ടാരവും സമ്പത്തുമുള്ള രാജാക്കളോ ഒക്കെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിലേക്ക് വന്നത് മനുഷ്യരിലേക്കാണ് പ്രവാചകന്റെ പ്രബോധനം വേണം എന്നതുകൊണ്ടാണെന്ന കാര്യം വിശുദ്ധ ഖുർആൻ പലതവണ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മക്കയിലെ മുശ്രിക്കുകൾക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു ശ്രേഷ്ഠതയും മഹത്വവും അവരുടെ ഭാഷയിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകത്വം പ്രഖ്യാപിച്ച ഉടനെ അവർ അതിനെ ചോദ്യം ചെയ്തു. ലോകം മുഴുവൻ പുണ്യാത്മാക്കളായി അംഗീകരിച്ച പ്രവാചകന്മാർ, പൂർവ്വ പ്രവാചകന്മാരെവിടെ, ഇദ്ദേഹം എവിടെയെന്ന് അവർ ചോദിച്ചു. ഇതിനുള്ള മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിലൂടെ നൽകുന്നത്. തഫ്ഹീമുൽ ഖുർആൻ ആ വിഷയം വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ സൃഷ്ടികളും നമ്മുടെ മുമ്പിലുണ്ട്. നിന്റെ റബ്ബ് അവരെക്കുറിച്ചൊക്കെ നന്നായി അറിയുന്നുമുണ്ട്, അവരുടെ അവസ്ഥയും അറിയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മഹത്തരമായ പദവിയാണ് ഉള്ളതെന്നും അള്ളാഹുവിനറിയാം. ഇവർക്കത് അറിഞ്ഞുകൂടെങ്കിലും നോക്കൂ, അവൻ തന്നെയാണ് പല പ്രവാചകന്മാർക്കും പല പദവികളും നൽകിയത്. അതിൽ ചിലർ നബിമാരാണ്, ചിലർ റസൂലുകളാണ്. അതിൽ തന്നെ പലരുടെയും പേരുകൾ ഖുർആനിൽ ഇല്ല, ഉള്ളവരുമുണ്ട്. ചിലർ ഉലുൽ അസ്മിൽപ്പെട്ട ദൃഢ തീരുമാനമെടുക്കാൻ കഴിവുള്ളവരായ പ്രവാചകന്മാരാണ്. ചിലരെ അള്ളാഹു ഖലീൽ, കൂട്ടുകാരാക്കിയിട്ടുണ്ട്. ചിലരോട് കല്ലമ, അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്, തക്ലീമാണ്. ചിലരെ പിതാവില്ലാതെ ജനിപ്പിച്ചിട്ടുണ്ട്, കുൻ ഫയക്കുൻ എന്ന് പറയേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ. സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് വലിയ അധികാരം നൽകിയിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു സബൂർ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹു അവൻ്റെ പ്രവാചകന്മാർക്ക് നൽകിയ പദവികളും ശ്രേഷ്ഠതകളുമാണ്. എന്നാൽ ഒരു പ്രവാചകനും ഇടയിൽ വ്യത്യാസം കൽപ്പിക്കരുത് എന്ന് മനുഷ്യരോട് അള്ളാഹു പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വ്യത്യാസം കൽപ്പിക്കുന്നവരുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുകയാണോ എന്ന് ഖുറൈശികളോട് ചോദിക്കുകയാണ്. അറിയണം, ഈ പ്രവാചകന്മാരെ അയച്ച അള്ളാഹു തന്നെയാണ് പ്രവാചകരിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അയച്ചിട്ടുള്ളത്. ആ പ്രവാചകൻ സൃഷ്ടി ശ്രേഷ്ഠനാണ്, സർവ ലോക അനുഗ്രഹിയാണ്, വന്നതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകനാണ്, ഖുർആൻ നൽകി അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രവാചകനെ, അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് മക്കയിലെ മുശ്രിക്കുകളോടും മറ്റുള്ളവരോടും അള്ളാഹു ചോദിക്കുന്നത്. ദാവൂദ് അലൈഹിസ്സലാമിന് സബൂർ നൽകിയത് നാം തന്നെയായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞതിന് മുഫസ്സിറുകൾ പല വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, സബൂറിലെ ഹലാലുകളും ഹറാമുകളും നിർബന്ധ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നില്ല. അതിൽ നിറച്ചും ഹംദുകളും തസ്ബീഹുകളും ദുആകളുമായിരുന്നു. എന്നാൽ ഖുർആനിൽ അതെല്ലാം ഉണ്ട്. ഈ ഗ്രന്ഥങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണത്. പ്രവാചകന്മാർക്കിടയിൽ പദവി വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ വേദഗ്രന്ഥങ്ങളിലും വ്യത്യാസമുണ്ട്. ദാവൂദ് നബിക്ക് സബൂർ നൽകിയ അള്ളാഹു തന്നെയാണ് വ്യത്യസ്തമായ ഖുർആൻ നൽകിയിട്ടുള്ളത് എന്ന് പറയുകയാണ്. ഇതെല്ലാം അള്ളാഹു തന്നെ ചെയ്യുന്നതാണ്. എന്നിട്ടും ദാവൂദ് നബി അലൈഹി സ്വലാമക്ക് നൽകിയ സബൂർ അംഗീകരിക്കുന്നവർ എന്താണ്
അതേ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഖുർആൻ സ്വീകരിക്കാത്തത്? ദാവൂദ് സുലൈമാൻ പ്രവാചകന്മാർക്ക് അള്ളാഹു കൊട്ടാരവും സമ്പൽ സമൃദ്ധിയും നൽകി എന്ന് കരുതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അങ്ങനെ ആകണമെന്നില്ലല്ലോ. അതെല്ലാം അറിയുന്ന അള്ളാഹുവാണ്. പ്രവാചകന്മാർക്ക് പ്രത്യേക പദവി നൽകിയ അള്ളാഹുവാണ്. സബൂർ നൽകിയ അള്ളാഹുവാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയാക്കിയതും ഖുർആൻ നൽകി അനുഗ്രഹിച്ചതും. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അംഗീകരിക്കാത്തത്? തഫീമുൽ ഖുർആനിൽ സയ്യിദ് മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ദാവൂദ് അലൈഹിസ്സലാം ഒരു ചക്രവർത്തിയായിരുന്നു. സാധാരണ ചക്രവർത്തിമാർ സൃഷ്ടാവിൽ നിന്ന് അകലുകയാണ് പതിവ്. എന്നാൽ രാജ്യഭരണത്തോടൊപ്പം ദാവൂദ് അലൈഹിസ്സലാം വേദം നൽകപ്പെട്ട പ്രവാചകനായിരുന്നു. അതിനനുസരിച്ച് ദൈവദാസനായി തന്നെ അദ്ദേഹത്തിന് രണ്ടും, പ്രവാചകത്വ പദവിയും രാജത്വ പദവിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിച്ചു. അപ്രകാരം ഭാര്യമാരും സന്താനങ്ങളുമുള്ള, അങ്ങാടിയിൽ നടക്കുന്ന, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും എന്തുകൊണ്ട് പ്രവാചകനായിക്കൂടാ? പ്രവാചകന്മാർ സ്വശരീരങ്ങൾ വരെ മറന്ന് ദൈവിക ധ്യാനത്തിൽ കഴിഞ്ഞുകൂടേണ്ടവരാണ് എന്ന് അവരിൽപ്പെട്ട ചിലരുടെ ചിന്തകളെ ചോദ്യം ചെയ്യുകയാണ് അള്ളാഹു യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത്. അതല്ല ശരി എന്നതിന് ദാവൂദ് നബി അലൈഹിസ്സലാം തന്നെ തെളിവല്ലേ? ഒരു ആത്മീയ ഗുരുവായിരുന്നോ ദാവൂദ് അലൈഹിസ്സലാം? ഒരേ സമയം രാജാവും പ്രവാചകനുമായിരുന്നില്ലേ? ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ പറയുന്നത്, പ്രവാചകന്മാരുടെ പദവികളും വേദ സവിശേഷതകളും അറിയുന്ന അഹ്ലുൽ കിതാബിനോടാണ് ഇത് പറയുന്നത്. അവർക്ക് സബൂറിന്റെ സവിശേഷതകൾ അറിയാം. ഇതെല്ലാം അംഗീകരിക്കുന്ന നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഖുർആൻ നൽകിയതിനെ എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത് എന്ന ചോദ്യം പൊതുവിൽ അഹ്ലു കിതാബിനോട് കൂടി അള്ളാഹു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. തുടർന്ന് 56-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു, ഖുൽ യദ്ഉൽ ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല. അവരോട് പറയുക, അള്ളാഹുവിനെ കൂടാതെ കാര്യങ്ങൾ നിവർത്തിച്ചു തരുന്നവരായി നിങ്ങൾ കരുതുന്നവരെ പ്രാർത്ഥിച്ചു നോക്കുവിൻ. ഒരു ക്ലേശത്തെയും നിങ്ങളിൽ നിന്ന് തട്ടിക്കളയാൻ അവർക്ക് സാധിക്കുകയില്ല, മറ്റൊന്നാക്കി മാറ്റാനും സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ മുശ്രിക്കുകൾ അകപ്പെട്ടു പോകുന്ന വലിയൊരു തെറ്റാണ് അവനോടല്ലാതെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുക എന്നത്. കാര്യങ്ങൾ നിവർത്തിക്കാൻ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. ഒരു ക്ലേശവും നിങ്ങളിൽ നിന്ന് തട്ടിക്കളയാനും മാറ്റിക്കളയാനും അല്ലാഹുവല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്ന് ഖണ്ഡിതമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനെ കൂടാതെ എന്ന് ഉദ്ദേശിച്ചത് അവരാരാധിച്ചു കൊണ്ടിരിക്കുന്ന ഇലാഹുകളാണെന്ന് മുഫസ്സിറുകൾ പറഞ്ഞിരിക്കുന്നു. ഈസാ അലൈഹിസ്സലാം, അതുപോലെ ഉസൈർ, മലക്കുകൾ, ജിന്നുകളൊക്കെ ഇതിൽ പെടുമെന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നു. മക്കയിലെ മുശ്രിക്കുകൾക്ക് കടുത്ത ക്ഷാമം ബാധിച്ചപ്പോൾ അവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതെന്ന് പല മുഫസ്സിറുകളും പറയുന്നു. നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലേ ഉത്തരം കിട്ടുമെന്ന് ആ ഘട്ടത്തിൽ ഗണ്യതമായി പറയുകയാണ് എന്നർത്ഥം. വലാ തഹ്വീല എന്നതിന് നിങ്ങളിൽ നിന്ന് ക്ലേശത്തെ മറ്റാളുകളിലേക്ക് മാറ്റുക, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ബഗ്വി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്ന് ധനിക അവസ്ഥയിലേക്കും രോഗാവസ്ഥയിൽ നിന്ന് ആരോഗ്യത്തിലേക്കും മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിം പറയുന്നുണ്ട്. അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും സ്വന്തമായ ഒരു കഴിവുമില്ലെന്നും ഇത്തരം കഴിവുകൾ മറ്റാർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കൽ ശിർക്കാണെന്നും ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. തുടർന്ന് 57-ാമത്തെ സൂക്തത്തിൽ ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബു വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. ഇക്കൂട്ടർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, അവർ സ്വയം തന്നെ അവരുടെ റബ്ബിൻ്റെ സാമീപ്യം നേടുന്നതിനു വേണ്ടി മാർഗമന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തങ്ങളിൽ ആരാണ് അവനോട് കൂടുതൽ അടുത്തവനാവുക എന്ന് അവർ അവൻ്റെ കാരുണ്യമാശിക്കുന്നു, ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു. എന്തെന്നാൽ നിന്റെ നാഥൻ്റെ ശിക്ഷ വളരെ ഭയപ്പെടേണ്ടതു തന്നെ എന്നാണ് ഈ ആയത്ത് പറയുന്നത്. ഈ കൂട്ടർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആരെയാണോ അവർ സ്വയം തന്നെ തങ്ങളുടെ റബ്ബിൻ്റെ പ്രീതി നേടുന്നതിന് വേണ്ടി മാർഗമന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്.
അത് മുൻ ആയത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിലാവിഗ്രഹങ്ങളല്ല, മറിച്ച് മലക്കുകളോ മൺമറഞ്ഞു പോയ മഹാന്മാരോ ആയ മനുഷ്യരാണ് എന്ന് പറയുന്നു. അമ്പിയാക്കളോ മലക്കുകളോ ജിന്നുകളോ ഔലിയാക്കളോ ആവാം എന്നും മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നു. ആരായാലും അവർക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവർ സ്വയം തന്നെ തങ്ങളുടെ റബ്ബിൻ്റെ പ്രീതി നേടാനും തങ്ങളിൽ ആരാണ് അവനോട് അടുത്തവനാവുക എന്ന കാര്യത്തിലും മാർഗം തേടുകയാണ്. മാത്രവുമല്ല, അവരൊക്കെ അവൻ്റെ കാരുണ്യം തേടുകയും ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം ഒരു അവസ്ഥയിലുള്ളവർക്ക് എങ്ങനെ നിങ്ങളെ സഹായിക്കാനാവും? അവർ സ്വയം തന്നെ സഹായം തേടുന്ന ആളുകളാണല്ലോ. അൽ വസീല എന്നാൽ സാമീപ്യമാണെന്നും ഉയർന്ന ദറജയാണെന്നും ഉദ്ദേശമുണ്ടെന്ന് ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന എന്തും വസീലത്താണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വർഗമാണെന്നും ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഇവരെല്ലാം അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു. ആ ശിക്ഷയാവട്ടെ ഭയപ്പെടാൻ മാത്രം ഗൗരവപ്പെട്ടതു തന്നെ. ജാഗ്രത, ഹദർ പാലിക്കേണ്ട കാര്യമാണ്. ഇത്തരമൊരവസ്ഥയിൽ കഴിയുന്നവരോട് നിങ്ങളുടെ ക്ലേശം നീക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നത് തന്നെ എത്രമാത്രം അർത്ഥശൂന്യമാണെന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് 58-ൽ വഇം മിൻ ഖറിയത്തിൻ ഇല്ലാ നഹ്നു മുഹ്ലികുഹാ ഖബ്ല യൗമിൽ ഖിയാമ ഔ മുഅദ്ദിബുഹാ അദാബൻ ശദീദ കാന ദാലിക ഫിൽ കിതാബി മസ്തൂറ. ഉയർത്തെഴുന്നേൽപ്പ് നാളിന് മുമ്പ് നാം നശിപ്പിക്കുകയോ കഠിനമായി പീഡിപ്പിക്കുകയോ ചെയ്യാത്ത ഒരു നാടുമില്ല. അത് ദിവ്യ പ്രമാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാകുന്നു. സത്യനിഷേധികൾക്കുള്ള ഒരു താക്കീതാണ് സത്യത്തിൽ ഇത്. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ഗ്രന്ഥത്തെയും അന്ത്യനാളിനെയും ഒക്കെ കളവാക്കി നാട്ടിൽ ധിക്കാരം പ്രവർത്തിച്ച് എന്നെന്നും ഇവിടെ വസിക്കാമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. നിഷേധം തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ നാഥൻ നിങ്ങളെ പിടികൂടിയേക്കാം, നാട്ടിൽ നിന്ന് പുറന്തള്ളിയേക്കാം. ദൈവിക ബാധ പടിഞ്ഞ് അധാർമിക ചെയ്തികളിലേക്ക് നാട് കൂപ്പുകുത്തുമ്പോൾ പല വിധത്തിൽ ദൈവിക ശിക്ഷ വന്ന് നാടിനെ തന്നെ നശിപ്പിച്ചേക്കാം. എത്രയോ നാടുകളെ അള്ളാഹു അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വ്യഭിചാരം വർദ്ധിക്കുക, പലിശ വ്യാപകമാവുക തുടങ്ങിയ തിന്മകൾ അധികരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമെന്ന് പല മുഫസ്സിറുകളും അഭിപ്രായപ്പെടുന്നുണ്ട്. പല നാടുകളിൽ പല തിന്മകളായിരിക്കും ഉണ്ടായിരിക്കുക. ശിക്ഷയും അതുകൊണ്ട് തന്നെ പല വിധത്തിലായിരിക്കും. അത് നാടിന് ശാപമായിട്ട് മാറും, ശിക്ഷയായി പ്രത്യക്ഷപ്പെടും. നാടിൻ്റെ നാശം എന്നത് ഭാഗികമായാകാം, പൂർണ്ണമായിട്ടാവാം. കഠിനമായ പീഡനമെന്ന് പറയുന്നത് കൂട്ടമരണങ്ങളാവാം, കടുത്ത രോഗങ്ങളാവാം, യുദ്ധക്കെടുതികളാവാം. ചില പ്രദേശങ്ങൾ സ്വാഭാവികമായി തന്നെ നശിക്കും, മറ്റു ചിലത് ദൈവിക ശിക്ഷ കൊണ്ട് നശിക്കും. പ്രദേശങ്ങൾ എക്കാലവും ഇങ്ങനെ നിലനിൽക്കുമെന്ന് നമ്മൾ ആരും വിചാരിക്കരുത് എന്നുകൂടി ഈ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അന്ത്യനാളിനോടനുബന്ധിച്ച് പലതരം നാശങ്ങൾ നാടുകൾക്ക് വരാനുണ്ട്. മനുഷ്യരുടെ ധിക്കാരങ്ങൾ കാരണമായി തന്നെയാണ് അതൊക്കെ സംഭവിക്കുക. അതല്ലാതെ അള്ളാഹു ഇഷ്ടം പോലെ പിടികൂടുക എന്ന അർത്ഥത്തിലല്ല. അൽ കിതാബ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൗഹുൽ മഹ്ഫൂദ് ആണെന്ന് അത്തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി, ഖുർത്തുബി, ബഗ്വി, അൽ ആലൂസി തുടങ്ങിയ മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നു. മസ്തൂർ എന്നാൽ മക്തൂബ്, രേഖപ്പെടുത്തപ്പെട്ടത് എന്നും അർത്ഥമുണ്ട്. അഥവാ അള്ളാഹുവിൻ്റെ അരികിലുള്ള സുരക്ഷിത ഫലകത്തിൽ ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആ പറയുന്നതിൻ്റെ ചുരുക്കം. 59-ാമത്തെ സൂക്തത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നു. വമാ മനഅനാ അൻ നുർസില ബിൽ ആയാതി ഇല്ലാ അൻ കദബ ബിഹൽ അവ്വലൂൻ വആതൈനാ സമൂദൻ നാഖ മുബ്സിറതൻ ഫളലമു ബിഹാ വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞത് ഇവർക്ക് മുമ്പുണ്ടായിരുന്ന ജനം അതിനെ നിഷേധിച്ച് കളഞ്ഞു എന്നതു തന്നെയാകുന്നു. നോക്കൂ, സമൂദിന് നാം പ്രത്യക്ഷ ദൃഷ്ടാന്തമായി ഒട്ടകത്തെ നൽകി, എന്നിട്ട് അവർ അതിനോട് അക്രമം പ്രവർത്തിച്ചു. നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത് ജനം അത് കണ്ട് ഭയക്കുന്നതിന് വേണ്ടിയത്രേ എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. ഈ ആയത്തിൽ അവതരണ പശ്ചാത്തലമായി പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ച സംഭവം
മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് സഫാ മലയെ സ്വർണമാക്കണം, അതാവട്ടെ താങ്കളുടെ പ്രവാചകത്വത്തിന് തെളിവായ ദൃഷ്ടാന്തം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മറ്റുള്ള മുഫസ്സിറുകളും അവരുടെ തഫ്സീറുകളിൽ ഉദ്ധരിക്കുന്നതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. സൂറത്ത് അശ്വറായിലെ 214 ആയത്തിൽ വഅൻദിർ അശീറത്തക്കൽ അക്രബീൻ, നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ആഹ്വാനമുണ്ടായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറി അബ്ദുമനാഫ് കുടുംബത്തെ വിളിച്ചു വരുത്തി, ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ അറിയിച്ചു. അപ്പോൾ ഖുറൈശികൾ പ്രവാചകനോട് പ്രതിവചിച്ചത്, നീ പ്രവാചകനാണെന്നും നിനക്ക് വഹി വരുന്നുണ്ടെന്നും നീ പറയുന്നുണ്ടല്ലോ. അള്ളാഹു പ്രവാചകൻ സുലൈമാന് കാറ്റിനെയും പർവ്വതങ്ങളെയും കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു, മൂസാക്ക് കടലിനെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു, ഈസാ അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചു. അതുകൊണ്ട് മുഹമ്മദെ, ഞങ്ങൾക്ക് സഫാ കുന്നിനെ സ്വർണമാക്കി തരാൻ നിന്റെ റബ്ബിനോട് പറയൂ, ഭൂമികളിൽ നിന്ന് പുഴകൾ പുറപ്പെടുവിപ്പിക്കാനും പറയൂ, പ്രാർത്ഥിക്കൂ. ഈ സന്ദർഭത്തിലാണ് അള്ളാഹു അവർക്ക് ഇങ്ങനെ മറുപടി കൊടുത്തത്. ദൃഷ്ടാന്തങ്ങൾ അയക്കാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ ദൃഷ്ടാന്തങ്ങൾ അയച്ചിടത്തെല്ലാം ചരിത്രത്തിൽ അവർ അതിനെ കളവാക്കുന്നതായിട്ടാണ് നാം കണ്ടത്. ദൃഷ്ടാന്തങ്ങൾ കളവാക്കിയാൽ പിന്നെ വരുന്നതിൻ്റെ ശിക്ഷയാണ്. അത് നിങ്ങൾക്ക് സഹിക്കാനാവില്ല. നിങ്ങളും ദൃഷ്ടാന്തങ്ങളെ കളവാക്കി ശിക്ഷ ഏറ്റുവാങ്ങുമോ എന്നതാണ് പ്രശ്നം. പൂർവികരെ പോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ദൃഷ്ടാന്തം വന്ന ശേഷം അതിനെ കളവാക്കി ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുമെന്നതാണ് ദൃഷ്ടാന്തം അയക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന ഏക കാരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. തുടർന്ന് അവർക്ക് കൂടി പരിചയമുള്ളതും ഷാമിലേക്കുള്ള അവരുടെ കച്ചവട പാതയിൽ വസിച്ചിരുന്ന സമൂദ് ഗോത്രത്തിൻ്റെ കഥ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യക്ഷ ദൃഷ്ടാന്തമായി ആ ജനതയ്ക്ക് അള്ളാഹു നൽകിയ ഒട്ടകത്തെ അവരറുത്തു. അതിൻ്റെ പേരിൽ അള്ളാഹു അവരെ മുച്ചൂടും നശിപ്പിച്ചതും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഖുറൈശികൾ പലതവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അത് നൽകിയാൽ അതിനെ അവർ കളവാക്കുമെന്നും അപ്പോൾ അള്ളാഹുവിന് ശിക്ഷ ഇറക്കേണ്ടി വരുമെന്നും അള്ളാഹുവിനറിയാം. അതിനാൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാനും ചിലർക്കെങ്കിലും വിശ്വാസികളാകാനും അവസരം നൽകുക എന്നത് അവൻ്റെ കാരുണ്യമാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് നാം പലതരം ദൃഷ്ടാന്തങ്ങളും അയച്ചത് ജനങ്ങൾ അത് കണ്ടിട്ട് പ്രവാചകനെ അനുസരിക്കാനും ആ പ്രവാചകനെ അയച്ച റബ്ബിൻ്റെ ശക്തി അവർക്ക് ബോധ്യപ്പെടാനുമാണ്. അവനെ അനുസരിക്കുന്നത് അവർക്ക് നന്മയാണെന്നും ധിക്കരിച്ചാൽ ഈ ദൃഷ്ടാന്തത്തിൻ്റെ നാഥനിൽ നിന്നുള്ള കടുത്ത ശിക്ഷ ഉണ്ടാകുമെന്നും അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാതെ കളിതമാശയായിട്ടല്ല നമ്മൾ മുമ്പും ദൃഷ്ടാന്തം അയച്ചിട്ടുള്ളത്. ദൃഷ്ടാന്തങ്ങൾ അയക്കുകയും അങ്ങനെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 60-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നു, വൈദ് ഖുൽനാ ലക ഇന്ന റബ്ബക അഹാത ബിന്നാസ് വമാ ജഅൽനാ الرؤيا التي അറൈനാക ഇല്ലാ ഫിത്നതൽ ലിന്നാസി വശജറതൽ മൽഊനത ഫിൽ ഖുർആൻ വനുഖവ്വിഫുഹും ഫമാ യസീദുഹും ഇല്ലാ തുഗ്യാനൻ കബീറ. പ്രവാചകരെ, നിന്റെ റബ്ബ് അവരെ വലയം ചെയ്തിരിക്കുന്നുവെന്ന് നാം നിന്നോട് പറഞ്ഞിരുന്നത് ഓർക്കുക. ഇപ്പോൾ നാം നിനക്ക് കാണിച്ചു തന്ന സംഗതികളും ഖുർആനിൽ ശപിക്കപ്പെട്ട ആ വൃക്ഷവും ഈ ജനത്തിന് ഒരു പരീക്ഷണം തന്നെയാക്കിയിരിക്കുന്നു. നാം അവരെ മേൽക്കുമേൽ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു. പക്ഷേ ഓരോ താക്കീതും അവരുടെ ധിക്കാരം വളർത്തുകയേ ചെയ്തിട്ടുള്ളൂ എന്ന് ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതിൽ ഒന്നാമതായി പറയുന്നത് നിന്റെ റബ്ബ് അവരെ വലയം ചെയ്തിരിക്കുന്നുവെന്ന് നാം നിന്നോട് പറഞ്ഞത് ഓർക്കുക എന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക ദൗത്യം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ശത്രുക്കളുടെ എതിർപ്പും ദ്രോഹങ്ങളും വളരെ ശക്തമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ധൈര്യം പകർന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യം, അവർ നമ്മുടെ വലയത്തിലാണ്, അവർ താങ്കൾക്കെതിരെ മെനയുന്ന എല്ലാ കാര്യങ്ങളും നാം അറിയുന്നുണ്ട്, താങ്കളെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല, താങ്കൾക്ക് നമ്മുടെ സംരക്ഷണ വലയമുണ്ട്, കാര്യങ്ങളൊക്കെ നിന്റെ റബ്ബിൻ്റെ പിടുത്തത്തിലാണ് എന്നീ കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ നാം പൂർണ്ണമായി വലയം ചെയ്തിരിക്കുന്നു, അതിനാൽ ധൈര്യത്തോടെ ദൗത്യവുമായി മുന്നേറുക എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രവാചകനോട് ഒരു ആശ്വാസം എന്ന നിലക്ക് പറയുകയാണ്.
ഖുർആനിൽ തന്നെ അള്ളാഹു അവരെ പിന്നിൽ നിന്ന് വലയം ചെയ്തിരിക്കുന്നു എന്ന് അൽ ബുറൂജിലെ 19-ാമത്തെ സൂക്തത്തിലും ജനത്തിന്റെ ദ്രോഹങ്ങളിൽ നിന്ന് നിന്നെ അള്ളാഹു രക്ഷിക്കുന്നതാകുന്നു എന്ന് അൽ മാഇദ 67-ാമത്തെ സൂക്തത്തിലും പറഞ്ഞിട്ടുണ്ട്. പ്രബോധനം ഇക്കാലം അത്രയും തടസ്സപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടും അവരതിൽ വിജയിച്ചിട്ടില്ല എന്നതും ഇന്നുവരെ താങ്കളെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതും ഒരു ദൃഷ്ടാന്തം തന്നെയല്ലേ? അതും ഒരു ദൃഷ്ടാന്തമാണല്ലോ, മറ്റു ദൃഷ്ടാന്തങ്ങളെ പോലെ. പിന്നെയും അവർ ദൃഷ്ടാന്തം ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഈ ഓർമ്മപ്പെടുത്തൽ. അതോടൊപ്പം ഖുറൈശികൾ പുതിയ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അത് നൽകാതിരിക്കുമ്പോൾ പ്രവാചകന് യാതൊരു പ്രയാസവും തോന്നേണ്ടതില്ലെന്നും സ്ഥൈര്യത്തോടെ പ്രബോധനം തുടരാൻ ഇതൊന്നും തടസ്സമാകേണ്ടതില്ലെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ താങ്കളെ നാം സംരക്ഷിക്കുക എന്നത് നാം പറഞ്ഞ സംഗതി പുലർന്നു കഴിഞ്ഞിട്ടും അവർക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. അതുപോലെ ഇനി അവരാവശ്യപ്പെടുന്ന ദൃഷ്ടാന്തം വന്നാലും അവർ വിശ്വാസികളാകാനും പോകുന്നില്ല എന്നല്ല, ദൃഷ്ടാന്തത്തിന് ശേഷം അവർ അവിശ്വസിച്ചാൽ അത് അവരുടെ ദുരന്തത്തിന് കാരണമാവുകയും ചെയ്യും. തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ പോലെ അവരുടെ നന്മ ഓർത്ത് മാത്രമാണ് നാം അവർ ചോദിച്ച ദൃഷ്ടാന്തത്തിന് മറുപടി കൊടുക്കാതിരിക്കുന്നത് എന്നും അള്ളാഹു പ്രവാചകനെയും അവരെയും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ നാം നിനക്ക് കാണിച്ചു തന്നതെന്തോ അതും ഈ ജനത്തിന് ഫിത്ന, പരീക്ഷണമാവുകയാണ് ചെയ്തത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ പറഞ്ഞ പ്രവാചകനെ കാണിച്ചു കൊടുത്ത സംഗതി ഇസ്രായേലിലെ കാഴ്ചകളാണെന്ന് ഒട്ടുമിക്ക മുഫസ്സിറുകളും പറഞ്ഞിരിക്കുന്നു. ബൈത്തുൽ മഖ്ദിസും മസ്ജിദുൽ അക്സയും ചുറ്റുവട്ട കാഴ്ചകളും മറ്റു കാര്യങ്ങളും അതിൽപ്പെടും. മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നത് മിഅ്റാജിലെ കാഴ്ചകളും ഉദ്ദേശമാണ്. ആ റുഇയ എന്നത് ഇവിടെ സ്വപ്നം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് കണ്ണുകൊണ്ട് കണ്ടത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഈ സൂറത്തിൽ 1-ാം ആയത്തിൽ പറഞ്ഞ ലിനുരിയഹു മിൻ ആയാത്തിന, തൻ്റെ ദാസനെ തൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി എന്നതുമായി ഈ ആയത്തിന് ബന്ധമുണ്ട്. നമ്മൾ സൂറത്തുൽ ഇസ്രായിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായിരുന്നാലും ആ കാഴ്ച സ്വപ്നമായിരുന്നില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണെന്നും സഈദ് ഇബ്നു ജുബൈർ, ഹസൻ, ഖതാദ, മുജാഹിദ്, ഇക്രിമ, ഇബ്നു ജുറൈജ് തുടങ്ങി നിരവധി പേരെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ബഗ്വി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. അത് പക്ഷേ ജനങ്ങൾക്ക് ഫിത്ന പരീക്ഷണമാവുകയാണ് ചെയ്തത് എന്നാണല്ലോ തുടർന്ന് ഖുർആൻ പറയുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് വിവരം മക്കക്കാരെ അറിയിച്ചപ്പോൾ അവർ പ്രവാചകനെ പരിഹസിക്കുകയും പ്രവാചകത്വം ചോദ്യം ചെയ്യുകയും നിന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ചിലരൊക്കെ മുർത്തദായി പോയിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോൾ പുതിയ ദൃഷ്ടാന്തം ആവശ്യപ്പെടുന്നവർക്ക് നടന്നു കഴിഞ്ഞ ഇസ്രാ മിഅ്റാജ് തന്നെ വലിയൊരു ദൃഷ്ടാന്തമാവേണ്ടതല്ലേ? അതിനാൽ അവർക്കത് വലിയ പരീക്ഷണവും സത്യനിഷേധവും ആവുകയാണല്ലോ ചെയ്തത്, അത് നിഷേധിച്ചതിൻ്റെ പേരിൽ. ഇനി പുതിയ ദൃഷ്ടാന്തം വന്ന് അതവർ കളവാക്കിയാൽ അതിനേക്കാൾ വലിയ പരീക്ഷണമാകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ആ സംഭവം കൂടി ഉദ്ധരിച്ചുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. തുടർന്ന് ഇതേ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട് ഇവരോട് വിവരിച്ച നരകത്തിലെ മരമായ അസ്സഖൂമിന്റെ കാര്യം പറയുന്നു. ഖുർആനിൽ ആ മരത്തിന്റെ വിശേഷണം ശപിക്കപ്പെട്ട വൃക്ഷം എന്നാണ്. ഇവിടെ പറഞ്ഞ ശപിക്കപ്പെട്ട ആ വൃക്ഷം സഖൂം മരമാണെന്ന് ഏതാണ്ട് എല്ലാ മുഫസ്സിറുകളും ഒരുമിച്ച് പറയുന്നുണ്ട്. മോശപ്പെട്ട വെറുക്കപ്പെട്ട ഭക്ഷണത്തിന് അറബികൾ താമ് മൽഊൻ, ശപിക്കപ്പെട്ട ഭക്ഷണം എന്ന് പറയാറുണ്ട്. സഖൂമിനെ കുറിച്ച് ഖുർആൻ പലയിടത്തായിട്ട് അത് നരകത്തിലെ മരമാണെന്നും നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പുറപ്പെടുന്നതാണെന്നും കൊമ്പുകൾ പിശാചിന്റെ തലകൾ പോലെയാണെന്നും അത് നരകക്കാരുടെ ഭക്ഷണമാണെന്നൊക്കെ വിവരിച്ചിട്ടുണ്ട്. പിശാചുമായി ബന്ധപ്പെടുത്തിയതിനാൽ തന്നെ ശപിക്കപ്പെട്ടതായി എന്ന് ചിലർ പറയുന്നുണ്ട്. ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിടത്തോളം അത് ശപിക്കപ്പെട്ട മരമാണ്, ശപിക്കപ്പെട്ടവരുടെ ഭക്ഷണമാണ്, ശപിക്കപ്പെട്ട പിശാചിനോട് ഉദാഹരിക്കപ്പെട്ടതുമാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ദൈവധിക്കാരികളായാൽ നാളെ നരകത്തിൽ പ്രവേശിക്കപ്പെടും, അത്യന്തം ഭയാനകമായ ദുഷ്കരമായ സഖൂം ഭക്ഷിക്കപ്പെടുമെന്നൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടും അവർ പൊട്ടിച്ചിരിക്കുകയും അതിനെ പരിഹസിക്കുകയുമാണ് ചെയ്തത്. അപ്പോഴതവർക്ക് മറ്റൊരു പരീക്ഷണമാവുകയാണ് ചെയ്തത്. സഖൂമിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോൾ അബൂജഹലിനെ പോലെയുള്ളവർ പറഞ്ഞത്രേ, ഒരിക്കൽ ഈ പ്രവാചകൻ പറയുന്നു നരകമെന്നാൽ കല്ലുകൾ കത്തിക്കപ്പെടുന്ന തീയാണ്, മറ്റൊരു നേരത്ത് പറയുന്നു അതിൽ നിന്ന് മരം മുളക്കുമെന്ന്. എന്തൊരു വിഡ്ഢിത്തം! നിങ്ങൾക്കറിയില്ലേ തീ മരത്തെ കരിച്ചു കളയുമെന്ന്? ഈ രൂപത്തിൽ ഖുർആനിനെയും പ്രവാചകനെയും പരിഹസിക്കുകയാണ് അബൂജഹലും കൂട്ടരും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഖുർആനിലെ ശപിക്കപ്പെട്ട മരവും ഇസ്രായേലിലെ കാഴ്ചകളെപ്പോലെ അവർക്ക് പരീക്ഷണമായി മാറി, ശിക്ഷാകാരണമായി. ഇനി ഏത് ദൃഷ്ടാന്തം വന്നാലും ഇവരുടെ ഗതി ഇത് തന്നെയായിരിക്കും. നാം അവരെ മേൽക്കുമേൽ താക്കീത് ചെയ്യുന്നു, ഭയപ്പെടുത്തുന്നു, പക്ഷേ ഓരോ താക്കീതും അവരുടെ ധിക്കാരം വളർത്തുകയേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ്
ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. തുഗ്യാൻ എന്നാൽ അതിർലംഘനമാണ്. അത് ദൈവധിക്കാരത്തിലും നിഷേധത്തിലും മാർഗഭ്രംശത്തിലും പ്രവാചക പരിഹാസത്തിലും ജനങ്ങളെ തടയുന്നതിലും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതാകട്ടെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും പാപമോചനത്തിൽ നിന്നും അവരെ കൂടുതൽ അകറ്റുകയും ചെയ്യുന്നു. മനുഷ്യന് സംഭവിക്കുന്ന ദാരുണമായ ഒരു അവസ്ഥയാണ് ഇന്നും ഇസ്ലാമിനെ കളിയാക്കുന്നവർ, ഇസ്ലാമോ ഫോബിയെ കൊണ്ട് നടക്കുന്നവർ, പ്രവാചകനെ നിന്ദിക്കുന്നവർ, ഖുർആനിനെ കാലുകൊണ്ട് തട്ടിയകറ്റുന്നവർ, നിന്ദിക്കുന്നവരെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേ ഗതി തന്നെയാണ് ഇത്തരം ആളുകൾക്കും ഈ ദുനിയാവിൽ വരാൻ പോകുന്നത്. എന്ത് പരീക്ഷണങ്ങൾ പറഞ്ഞാലും എന്ത് ദൃഷ്ടാന്തം വന്നാലും അവർ മാറുകയില്ല. അത്രമാത്രം അവർ വഴിപിഴച്ചു പോയിട്ടുണ്ട്. ഈ ഭയാനകമായ അവസ്ഥയിൽ നിന്ന്, അതിൻ്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.